കെ ശശികുമാർ, ഇവിടെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഈ മത്സരത്തെ കാണുന്നത്? കാരണം എന്തായാലും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. കോട്ടയം മണ്ഡലത്തിൻ്റെ ബലാബലം നിർണ്ണയിക്കുന്നത് കേരള കോൺഗ്രസ്സുകളാണ്. അവിടെ ഈ പറയുന്ന NDAക്ക് BDJS-ന് എന്തു ചെയ്യാൻ കഴിയും? അങ്ങനെ നമ്മളെ രാഷ്ട്രീയം പറഞ്ഞു പോകരുത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മൂവാറ്റുപുഴയും പാലായും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ PC തോമസിനെ NDA സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച ചരിത്രമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അവിടെ UDF പ്രധാന കക്ഷി, LDF പ്രധാന കക്ഷി, അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണരുത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ദേശീയ രാഷ്ട്രീയം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2014 പൊതുതെരഞ്ഞെടുപ്പ്. അതിൽ നിങ്ങൾ 24-ൻ്റെ ഇന്നലത്തെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ആളുകളുടെ പരിശോധന എടുത്തപ്പോൾ ഈ രാജ്യത്തിന് പ്രധാനമന്ത്രി ആരാവണം എന്ന ചോദ്യത്തിന് 39.8% ആളുകളും പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധിക്ക് 38.4% ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് നമ്മുടെ ഈ രാജ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരാവണം ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ തോമസ് ചാഴികാടൻ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചോ ഫ്രാൻസിസ് ജോർജ് വിശുദ്ധനാണെന്നോ തോമസ് ചാഴികാടൻ ഇതൊന്നും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല. അത് കാലങ്ങളായി കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം നാടകവേദിയാണ്. അല്ലല്ല, കോട്ടയത്ത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ വിശേഷങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നതാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സുരേഷ് കുറുപ്പ്. അല്ല, ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ കുറച്ച് പേർ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അതിൻ്റെ കഥകളെ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇങ്ങനെ നിരന്തരം നടക്കാറുള്ളതാണ്. അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. ശശികുമാർ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വോട്ട് ശക്തി എത്ര എന്നുള്ളതിൻ്റെ കണക്കൊന്ന് പറയൂ. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അല്ല, വോട്ട് ശക്തി എത്രയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം 2014 സ്ഥിതി എന്ന് പറഞ്ഞാൽ 50,000-ന് താഴെ വോട്ടാണ്. 2019 നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. PC തോമസ് ഉള്ളത് കൊണ്ടാണ്. 17% മീതെ വന്നു അല്ലേ? 1,00,000-ലധികം വോട്ടും സമാഹരിക്കാൻ കഴിഞ്ഞു അല്ലേ? അത്രയേ ഉള്ളൂ. അല്ല, അത് നമ്മൾ 2019 തെരഞ്ഞെടുപ്പ്, 2014 തെരഞ്ഞെടുപ്പ്, ഇത് 2024 വേണു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, അല്ലാതെ കേവലമായ ഇനി ആ കാര്യം തന്നെ എടുത്താൽ കേരളത്തിൽ ഒരു MPയും ഇല്ല 100% MP ഫണ്ട് വിനിയോഗിച്ച ഒരാൾ. 100% ഫണ്ട് വിനിയോഗിച്ച MP എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഫണ്ട് വിനിയോഗിച്ചത് എന്ന് പരിശോധിച്ചിട്ട് നമ്മളത് പറഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അതല്ലാതെ എന്ത് വികസനമാണ് തോമസ് ചാഴികാടൻ്റെ പാലായിലെ വികസനം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ സാധിക്കുമോ? എവിടെയാണ് ഗ്രാമീണ റോഡുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ തോമസ് ചാഴികാടൻ്റെ വികസനം കാണിക്കാൻ സാധിക്കുമോ? ഒന്നുകിൽ കേരള കോൺഗ്രസിന് കുത്തകയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോളേജുകളിൽ. ശരി, ഒരു സെക്കൻഡ്. ഇവിടെ തോമസ് ചാഴികാടൻ്റെ വികസനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. 4100 കോടി രൂപയുടെ വികസനം തോമസ് ചാഴികാടൻ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തി. അതുകൂടാതെ MP ഫണ്ട് എന്ന നിലയിൽ കിട്ടുന്ന 17 കോടി രൂപയിൽ അദ്ദേഹത്തിന് 7,000 രൂപയോ എക്സ്പെൻഡിച്ചർ ആകാനുള്ളൂ. അത് സൈറ്റിൽ കാണുന്ന ഒരു വിഷയമാണ്. ഈ 4,700 കോടി രൂപ വികസനത്തിന് ഏത് ഗവൺമെന്റ് കൊടുത്താണെന്ന് പറയാൻ. ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? ഇന്ത്യ രാജ്യത്തിന്റെ. ശശികുമാറെ, ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? വികസനം. ഒരു കാര്യം പറയാം ശശികുമാറെ, ഒരു കാര്യം പറയാം. നരേന്ദ്രമോദിയും ചാഴികാടനും തുല്യ പദവിയാണ് MP-മാർ. ഒരു മിനിറ്റ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് പറയാം. നരേന്ദ്രമോദിയും തോമസ് ചാഴികാടനും ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരേ പദവി വഹിക്കുന്നവരാണ് MP-മാർ. MP-ലാട് രണ്ടുപേർക്കും തുല്യം. ഒരു മിനിറ്റ് MP-ലാടും തുല്യം. അല്ല, അത് വേറെ കാര്യം. ഇവിടെ MP-ലാടിന്റെ കാര്യമാണ് പറയുന്നത്. അത് മോദിക്കും ചാഴികാടനും ഒരേ തുകയാണ്. വികസനത്തിന്റെ സങ്കല്പങ്ങൾ മാറിയോ എന്ന് ചർച്ച ചെയ്യുവേണു. അല്ല, അതവിടെ നിൽക്കട്ടെ. അല്ല, അങ്ങ് ബോധ്യപ്പെടേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായിക്കോട്ടെ. അങ്ങ് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെന്റ് എന്ന് പറയുന്നത് മോദിയുടെ സ്വന്തമായിട്ടുള്ളതല്ല. ഇനി
രണ്ടാമത്തെ കാര്യം എം പിയിലാണ് നരേന്ദ്രമോദിക്കും തോമസ് ചാഴികാടനും ഒന്ന് തന്നെ. ഈ തോമസ് ചാഴികാടന്റെ സ്വന്തമായിട്ടുള്ള ഫണ്ടാണോ അത്? അല്ല, അല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞില്ല. നരേന്ദ്രമോദിയുടെ സ്വന്തവുമല്ല. നരേന്ദ്രമോദിയുടെ സ്വന്തവുമല്ല. നരേന്ദ്രമോദിയുടെ സ്വന്തമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് തോമസ് ഇന്ത്യ മഹാരാജ്യത്ത് വിഘടിപ്പിക്കുന്ന വർത്തമാനമാണ് ശശികുമാർ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, കേരളത്തിന്റെ ഭാഗമാണ് കോട്ടയം, കോട്ടയത്തിന്റെ എം പിയാണ് ചാഴിക്കാടൻ. കണക്കിന് മറുപടി പറയൂ. 20 പേര് കണക്കിന്റെ കാര്യത്തിൽ മറുപടി. 20 പേരിൽ ഒന്നാമനാണ് ചാഴിക്കാടൻ. ശരി, ഈ വികസനങ്ങള് എവിടെ എത്തി നിൽക്കുന്നു എന്നൂടെ സൂചിപ്പിക്കും. ഒരു സെക്കൻഡ് ശശികുമാർ, ഇദ്ദേഹം കൂടെ. ബിജെപിയുടെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞത് ചാഴികാടൻ ഇവിടെ കൊണ്ടുവന്ന ഫണ്ട് കേന്ദ്രം നൽകിയതാണെന്നാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 19 എം പിമാരിൽ 4100 കോടി രൂപയുടെ പദ്ധതി നടത്തിയത് തോമസ് ചാഴികാടൻ മാത്രമാണ്. ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ എം പിയുടെ മികവുകൊണ്ട് മാത്രമാണ് അത്രയധികം രൂപ സമാഹരിച്ച് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. കേരളത്തിൽ മറ്റാർക്കും ഇത് അവകാശപ്പെടാൻ പറ്റുകയില്ല. വസ്തുതാപരമായി കൃത്യമായി 4100 കോടി രൂപയുടെ വികസനം ചാഴികാടന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് ഇവിടെ നടന്നത്. മിടുക്കല്ല സഹോദര, ആ ഫണ്ട് വിനിയോഗം ചെയ്യുന്നതിലെ നമുക്കറിയാം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് എങ്ങനെയാണ് ഫണ്ട് വിനിയോഗം ചെയ്യേണ്ടത്, ഏത് മേഖലയിലാണ് വിനിയോഗം ചെയ്യേണ്ടതെന്ന് അനുസരിച്ച് 90%, 95% ഒക്കെ ചെലവാക്കിയ എം പിമാർ കേരളത്തിലുണ്ട്. 100% ചെലവാക്കി എന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് വ്യക്തമായിട്ട് അറിയാം. ഒരാളോട് പറഞ്ഞോട്ടെ. നമ്മളിവിടെ വികസനത്തെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ UDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ, വിശിഷ്യ പാലാ അസംബ്ലി മണ്ഡലത്തിൽ അനവധി നൂതന സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും. എന്നാൽ ശ്രീ ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് ചേക്കേറിയതിന് ശേഷം ഈ കണ്ട കാലയളവിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വികസന സംരംഭം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങേക്കൊന്ന് പറയാമോ? IIIT, സയൻസ് സിറ്റി, RIT ഇതെല്ലാം UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇത് കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഇവര് ഇടതുപക്ഷ ഗവൺമെന്റില് ഈ ജോസ് കെ മാണി വിഭാഗം പങ്കാളിയായതിനു ശേഷം ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരൊറ്റ സംരംഭം പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ബഹുമാനപ്പെട്ട UDFിന്റെ പ്രതിനിധി ഇപ്പൊ ആള് പറഞ്ഞല്ലോ, ജോസ് കെ മാണി കൊണ്ടുവന്നുകൊണ്ടല്ല, UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്താ കേരളത്തിലെ മറ്റുള്ള ഈ പറഞ്ഞ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു സയൻസ് സിറ്റിയോ ഒരു IIITയോ ഒന്നും കൊണ്ടുവരാതിരുന്നത്? ഈ 3-4 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അത് അങ്ങേക്ക് അറിയാവുന്ന അറിയത്തില്ല. അത് കേരളത്തിലില്ല. അത് കോട്ടയം ജില്ലയിലെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള മരങ്ങാട്ടുപള്ളിക്ക് അപ്പുറത്തുള്ള കുറവലങ്ങാടാണ്. അതുപോലെ തന്നെ IIIT കേരളത്തിൽ IIIT ഇല്ല, വലവൂരാണ്. അപ്പൊ ജോസ് കെ മാണി MP ആയിരുന്ന കാലഘട്ടത്തിൽ 4100 കോടി രൂപയുടെ കണക്കിൽ IIIT ഇതെല്ലാം നിങ്ങൾ ചേർത്തിരിക്കുകയാണോ? ഈ വർഷത്തിനിടയ്ക്ക് തോമസ് ചാഴികാടൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ അതെല്ലാം ചേർത്തിരിക്കുക. ഈ കേരളത്തിൽ ജോസ് കെ മാണി മാത്രമേ UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ MP ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ 19 പേരില്ലായിരുന്നു. തീർച്ചയായിട്ടും പറയാം. ഈ UDF ഗവൺമെന്റില് ശ്രീ KM മാണി സാറിന് UDF ഗവൺമെന്റ് കൊടുത്തിരുന്ന മേധാവിത്വത്തിന്റെ ഫലമാണത്. നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഈ പാലായിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് കൊടുക്കാൻ സാധിക്കാതിരുന്നത് നിങ്ങൾ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ മണ്ണരത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, തെക്കുംതല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, RIT ഇതൊന്നും ജോസ് കെ മാണിയുടെ വകയല്ല. ഇതെല്ലാം UPA ഗവൺമെന്റിന്റെ വകയാണ്. അന്ന് നിങ്ങളുടെ 7 കോൺഗ്രസിന്റെ 7 കേന്ദ്രമന്ത്രിമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ ഇപ്പോൾ ജോസ് കെ മാണി ഉണ്ട്, ലോകസഭയിൽ തോമസ് ചാഴികാടനുണ്ട്. എന്തുകൊണ്ടൊന്നും ഒരു സംരംഭം നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? രാജ്യസഭയിൽ ജോസ് കെ മാണി ഉണ്ട്, ലോകസഭയിൽ ഇതിപ്പോ നമ്മുടെ അതിഥികളുണ്ടല്ലോ. ഇതിപ്പോൾ വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ്. അത് സ്വാഗതം ചെയ്യുന്നു. കാരണം വോട്ടർമാരാണ് ഏറ്റവും ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തേണ്ടത്, അതിഥികൾ മാത്രമല്ല.